മഹാനായ കാൾ മാർക്സ് അന്തരിച്ചിട്ട് ഇന്നേക്ക് 142 വർഷം. മാർക്സ് മുന്നോട്ട് വെച്ച വിമോചന ചിന്തകൾക്ക് മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം മരണമില്ല. മുതലാളിത്ത ആഗോളവൽക്കരണത്തിന്റെയും നവഫാസിസത്തിന്റെയും കാലത്ത് മാർക്സിസം ഇല്ലാത്തൊരു പോരാട്ട മാർഗം അസാധ്യമാണ്. മെയ് 5 ജർമ്മനിയിലെ ട്രയറിൽ ജനിച്ച മാർക്സിന്റെ നിരന്തരമായ പ്രവാസവും അലച്ചിലും അവസാനിച്ചത് 65-ാമത്തെ വയസ്സിൽ 1883 മാർച്ച് 14-നായിരുന്നു. അന്നാണ് ഉച്ചതിരിഞ്ഞ് ബ്രോങ്കൈറ്റിസ് രോഗം മൂർച്ഛിച്ച് മരിച്ച മാർക്സ് നോർത്ത് ലണ്ടനിലെ ഹൈഗേറ്റ് ശ്മശാനത്തിൽ അടക്കപ്പെട്ടത്. എന്നാൽ മാർക്സിന് എന്തു മരണം? നൂറ്റാണ്ടുകളുടെ എണ്ണമറ്റ വിമോചന പോരാട്ടങ്ങളിൽ എവിടെയാണ് മാർക്സ് ഇല്ലാതിരുന്നിട്ടുള്ളത്? കഴിഞ്ഞ 2 സഹസ്രാബ്ദകാലത്തിന്റെ കണക്കെടുത്താൽ പോലും മനുഷ്യരാശിയെ മാർക്സിനെ പോലെ സ്വാധീനിച്ച മറ്റേത് ദാർശനികനുണ്ട്? കീറിപ്പറിഞ്ഞ കോട്ടും അതുപോലെ ദാരിദ്ര്യവും മക്കളുടെ പട്ടിണിയും രോഗവും മരണവും പിന്നിട്ട് ഭാര്യ ജെന്നി എന്ന മഹാസഹനത്തിന്റെയും ഫെഡറിക് ഏംഗൽസ് എന്ന മഹാസൗഹൃദത്തിന്റെയും ചുമൽ പിടിച്ച് മാർക്സ് സഞ്ചരിച്ച ജീവിതത്തിന്റെ പേരുമാണ് മാർക്സിസം. 30-ാമത്തെ വയസ്സിൽ തനിക്കൊപ്പം തന്നെ ചിന്താവലിപ്പമുള്ള ഏംഗൽസിനൊപ്പം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിനെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഏറ്റുവിളിച്ചത് പിൽക്കാല ലോകം ഒന്നാകെയാണ്. ലോക തൊഴിലാളി വർഗത്തിനും കീഴാള ജനകോടികൾക്കും മാർക്സിസം ഒരു പിടിവള്ളിയായെങ്കിലും അതൊരു പിടിവാശിയല്ലെന്ന് മാർക്സ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ടാണ് മാർക്സിസം മറ്റു ചിന്താ പോരാട്ടങ്ങളിലേക്കും ആളിപ്പടർന്നത്. ഏറ്റവും പുതിയ കാലത്തെ ഏറ്റവും പുതിയ ചിന്തകനായി പോലും മാർക്സ് അവരോധിതനാവുന്നത് ഭൂമിയെ ഒന്നാകെ വിഴുങ്ങുന്ന ആഗോള മുതലാളിത്ത മൂലധനത്തിന്റെയും അതിന്റെ പലവിധ രാഷ്ട്രീയ രൂപങ്ങളുടെയും പിടിയിൽ നിന്ന് മനുഷ്യരെയും പ്രകൃതിയെയും രക്ഷിക്കാൻ മാർക്സിസമല്ലാതെ ഇന്നും മറ്റേതു മോചനമാർഗമുണ്ട്? ഈ പ്രപഞ്ചത്തിലെ മനുഷ്യാവസ്ഥയെപ്പറ്റി പഠിക്കുന്നതിനും ശാസ്ത്രവും ചരിത്രവും കലാചിന്തയും വിശദീകരിക്കുന്നതിനും മാർക്സിന്റെ മഹാഗ്രന്ഥങ്ങളെപ്പോലെ മറ്റേത് തത്വചിന്താ സംവാദങ്ങൾക്ക് ലോകം ജന്മം നൽകിയിട്ടുണ്ട്. സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം, വിപ്ലവം, പുരോഗമനം, പുരോഗതി, ആധുനികത തുടങ്ങിയ വാക്കുകൾ എവിടെ ഉയർന്നു കേട്ടാലും അവിടെല്ലാം ഇന്നും ഉയർന്നു നിൽക്കുന്ന ഒരേയൊരു പേരേയുള്ളൂ. ലോകം അതിന്റെ സുസ്ഥിര നിലനിൽപ്പിനായി എന്തു വഴി കണ്ടെത്തിയാലും അവിടെല്ലാം ആ വഴിവിളക്കുണ്ട്. കാൾ ഹെൻറിച്ച് മാർക്സ്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.